8051 ടൈമർ പ്രോഗ്രാമിംഗിലെ 7ാമത്തെ ക്ലാസ്. ഇന്ന് മോഡ് 2 പ്രോഗ്രാമിംഗ്. മോഡ് 2 പ്രോഗ്രാമിംഗിന്റെ വേറൊരു പേര് ഓട്ടോ റീലോഡ് എന്നാണ്. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3 4 മോഡുകളാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡ് 1 പ്രോഗ്രാമിംഗ് ആണ്, 16-bit ടൈമർ. ഇന്ന് മോഡ് 2 പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ 8-bit ടൈമർ. ഇറ്റ്സ് ആൻ 8-bit ടൈമർ. It allows only values of 00H to FFH to be loaded into the timer's register. ഇപ്പോൾ 8-bit രജിസ്റ്റർ എന്ന് പറയുമ്പോൾ 00 തുടങ്ങി FF തീരണം. 16-bit ടൈമർ എന്ന് പറയുമ്പോൾ 0000 വേണമെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൗണ്ടിൽ തുടങ്ങാം. എൻഡ് ചെയ്യുന്നത് FFFFHലായിരിക്കും. ഇവിടെ 00 തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കൗണ്ട് സ്റ്റാർട്ടിംഗ് കൗണ്ട് യൂസർ ഫിക്സ് ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ടുന്ന ടൈം ഡിലേക്ക് അനുസരിച്ചുള്ള കൗണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ചെയ്യുന്നത് FFലായിരിക്കും. ഒരു പൾസ് കൂടെ കഴിയുമ്പോൾ 00, അത് കഴിയുമ്പോൾ ടൈമർ റോൾ ഓവർ നമ്മൾ അറിയപ്പെടും. അപ്പോഴാണ് ടൈമർ ഫ്ലാഗ് വരുന്നത്. 16-bit ടൈമറിന്റെ അതേ ഓപ്പറേഷൻ തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് 8-bit ആണ്. പിന്നെ ഒരു രണ്ടാമത്തെ ഫെസിലിറ്റി ഓട്ടോ റീലോഡ് എന്നാണ്. ആഫ്റ്റർ TH is loaded with 8-bit value, the 8051 gives a copy of it to TL. ഇവിടുത്തെ കണ്ടീഷൻ ഓട്ടോമാറ്റിക് റീലോഡ്. അപ്പോൾ എന്താ വ്യത്യാസം? കഴിഞ്ഞ മോഡേൺ പ്രോഗ്രാമിംഗിൽ നമ്മൾ പറഞ്ഞത് ഒരു കൗണ്ട് കൊടുക്കുന്നു, അതിനുശേഷം കൗണ്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നു, കൗണ്ടർ എണ്ണി തുടങ്ങുന്നു, ടൈമർ ഫ്ലാഗ് വരുന്നു, ടൈമർ ഫ്ലാഗ് വന്നു കഴിയുമ്പോൾ കൗണ്ടർ എണ്ണി തീർന്നു എന്നർത്ഥം. പിന്നെ വീണ്ടും നമ്മൾ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും ടൈമർ ഫ്ലാഗിനെ ക്ലിയർ ചെയ്ത് വീണ്ടും കൗണ്ട് കൊടുത്താൽ മാത്രമേ പിന്നെ എണ്ണുള്ളൂ. കൗണ്ട് വീണ്ടും റീലോഡ് ചെയ്യണം. ഇവിടെ ആവശ്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ചെയ്യും. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഓട്ടോമാറ്റിക് റീലോഡിൽ രണ്ട് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് 8-bit ആണ്. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം കൗണ്ട് ഒരിക്കൽ കൊടുത്താൽ മതി, രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ആ സ്റ്റെപ്സ് നമ്മളിവിടെ 6 സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ലോഡ് ടി മോഡ് വാല്യൂസ്. അത് മോഡ് 1 പ്രോഗ്രാമിംഗിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ലോഡ് ദ ടി മോഡ് വാല്യൂ രജിസ്റ്റർ ഇൻഡിക്കേറ്റിംഗ് വിച്ച് ടൈമർ. ഇവിടുത്തെ കേസിൽ ടൈമർ 1 ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടൈമർ 0 ടൈമർ 1 നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റെപ്പ് 2 ലോഡ് TH വിത്ത് ഇനിഷ്യൽ കൗണ്ട് വാല്യൂ. അവിടെ അങ്ങനെയായിരുന്നു. മോഡ് 1 പ്രോഗ്രാമിംഗിൽ THലും TLലും വാല്യൂ കൊടുക്കണം. കാരണം അത് 16-bit രജിസ്റ്റർ, 16-bit കൗണ്ടർ ആയിരുന്നു. ഇവിടെ THൽ മാത്രം വാല്യൂ കൊടുത്താൽ മതി. TL ഇവിടെ വാല്യൂ കൊടുക്കാനേ ഉപയോഗിക്കുന്നില്ല. സ്റ്റെപ്പ് 3 സ്റ്റാർട്ട് ദ ടൈമർ. അവിടെയും അതേപോലെ തന്നെയാണ്. സ്റ്റാർട്ട് ദ ടൈമർ തേർഡ് സ്റ്റെപ്പ് ഓക്കെയാണ്. 4 കീപ് മോണിറ്ററിംഗ് ദ ടൈമർ ഫ്ലാഗ് TF വിത്ത് JNB TFX ഇൻസ്ട്രക്ഷൻ. കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ എണ്ണി തുടങ്ങും. എവിടെ നിന്ന് എണ്ണി തുടങ്ങും? നമ്മൾ കൊടുത്ത കൗണ്ട് THൽ കൊടുക്കുന്ന കൗണ്ട് മുതൽ എണ്ണി തുടങ്ങും. കൗണ്ട് 00 ആണെങ്കിൽ അവിടെ മുതൽ, അല്ലെങ്കിൽ അതിന് മുകളിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന കൗണ്ടിൽ നിന്ന്. എവിടെ വരെയൊക്കെ എണ്ണം? മാക്സിമം കൗണ്ട് ഈസ് FF. അത് കഴിഞ്ഞ് ഒരു പൾസും കൂടെ, ഒരു ഓസിലേറ്റർ പൾസും കൂടെ ഉപയോഗിച്ചുകൊണ്ട് 00 FF കഴിഞ്ഞാൽ അടുത്ത് ഇൻക്രിമെന്റ് ചെയ്യുന്ന 00. അപ്പോഴാണ് ടൈമർ ഫ്ലാഗ് എത്തുന്നത്. ദാറ്റ് ഈസ് ടൈമർ റോൾഡ് ഓവർ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ടൈമർ എണ്ണി തീർന്നാൽ ക്ലിയർ ദ ടൈമർ ഫ്ലാഗ്. ടൈമർ ഫ്ലാഗിനെ ക്ലിയർ ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ കേസിൽ ഇത് പ്രോഗ്രാം ഓട്ടോമാറ്റിക് റീലോഡ് ആയിക്കോളും. നമ്മൾ പിന്നെ കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗോ ടു ബാക്ക് സ്റ്റെപ്പ് 4 വീണ്ടും ടൈമർ ഫ്ലാഗിലേക്ക് മോണിറ്റർ ചെയ്ത് തിരിച്ചു വന്നാൽ മതി. ടൈമർ ഫ്ലാഗ് ക്ലിയർ ചെയ്യുന്നതോടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ്. അപ്പോൾ നേരത്തെ മോഡ് 1 പ്രോഗ്രാമിൽ അങ്ങനെ ആയിരുന്നില്ല. വീണ്ടും നമ്മൾ കൗണ്ട് റീലോഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് ആവശ്യമില്ല. അതാണ് ഇവിടെയുള്ള ഏക വ്യത്യാസം. അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനെ മോഡ് 2 പ്രോഗ്രാമിംഗ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആസ് യൂഷ്വൽ ബൈ 12. ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിയെ 12 തൊട്ട് ഇന്റർണലായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ അതാണ് നമ്മുടെ ക്രിസ്റ്റൽ വേഗത. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ തീരുമാനിക്കും ടൈമറിന്റെ സ്പീഡും. അത് ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടൈമർ റൺ കൺട്രോൾ ബിറ്റ്, ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്ന പൾസും കൂടെ ചെന്ന് കഴിയുമ്പോൾ ടൈമർ സ്റ്റാർട്ട് ആവും. TLലല്ല, നമ്മൾ THലാണ് കൗണ്ട് കൊടുക്കുന്നത്. THൽ നിന്ന് ഒരു കോപ്പി എടുത്ത് TLലേക്ക് വെച്ച് എണ്ണും. എണ്ണി തീരുമ്പോൾ ഫ്ലാഗ് വരും. ഫ്ലാഗ് വന്നു കഴിഞ്ഞാൽ വീണ്ടും റീലോഡ് ചെയ്യും. THൽ നിന്ന് ഒരു കോപ്പി എടുത്ത് TL എണ്ണാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. THലാണ് നമ്മൾ കോപ്പി വെക്കുന്നത്, നമ്മൾ ഡേറ്റ വെക്കുന്നത്. ഇതാണ് മോഡ് 2 പ്രോഗ്രാമിംഗ്. ഇതിനു മുമ്പുള്ള പ്രോഗ്രാമിംഗിൽ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടുത്തെ THും TLും കൂടെ 2 രജിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. ഈ ഓട്ടോ റീലോഡ് ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇതാണ് ഏക വ്യത്യാസം. പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ORG0H മൂവ് ടി മോഡ് 20H എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടി മോഡിന്റെ വാല്യൂ. അത് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. GC⁻T M1 M0 ഇതാണ് ടി മോഡ്. GC⁻T M1 M0 ഇത് ടൈമർ 0യ്ക്കും ഇത് ടൈമർ 1നുമാണ്. ഇവിടുത്തെ കേസിൽ നമ്മൾ ടൈമർ 1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നേയില്ല. അതുകൊണ്ടാണ് നോട്ട് യൂസിങ് 0000 ഉപയോഗിക്കുന്നേയില്ല. അപ്പോൾ എല്ലാം 0. ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് 10 എന്നുള്ള കൗണ്ട് കൊടുത്തു. ഇവിടെ 00 ആണെങ്കിൽ മോഡ് 0, 01 ആണെങ്കിൽ മോഡ് 1, 10 ആണെങ്കിൽ മോഡ് 2, 11 ആണെങ്കിൽ മോഡ് 3. ഇവിടെ സിൻസ് ഇറ്റ് ഈസ് മോഡ് 2 ഓട്ടോ റീലോഡ് ആയതുകൊണ്ട് നമുക്കിത് 10. ക്ലിയർ ആയല്ലോ. ഇനി ഈ പിന്നെ തീരുമാനിക്കുന്ന കൗണ്ടർ ആണോ ടൈമർ ആണെന്ന്. ഇവിടെ ടൈമർ ആണ്, സോ ഇറ്റ് ഈസ് 0. 1 ആയിരുന്നെങ്കിൽ കൗണ്ടർ ആയേനെ. ഇനി G എന്ന് പറഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ വഴിയാണോ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഹാർഡ്വെയർ വഴിയാണോ ഈ
കൗണ്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് സോഫ്റ്റ്വെയർ വഴി ആയതുകൊണ്ട് സെറ്റ് ബി ഇൻസ്ട്രക്ഷൻ വെച്ചും ക്ലിയർ ഇൻസ്ട്രക്ഷൻ വെച്ചുമാണ്. സോ ഇറ്റ് ഇസ് 0. സോ 0010 ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് 0000. അപ്പോൾ ഈ വാല്യൂ ഇസ് 2, ഈ വാല്യൂ 0. അങ്ങനെ 20H. അതാണ് നമ്മുടെ ടി മോഡിന്റെ 20H. ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ടി മോഡ് സെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള കൗണ്ട് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള കൗണ്ട് നമ്മൾ TH-ലേക്കാണ് കൊടുക്കുന്നത്. മൂവ് TH1, #5 എന്താണ് ടൈമർ, ഇതാണ് കൗണ്ട്. നമ്മൾ കൗണ്ട് TH-ൽ മാത്രം കൊടുത്താൽ മതി. TH1 ടൈമർ 1 ഉപയോഗിക്കുന്നതാണ് TH1. സെറ്റ് ബി TR1 ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ടൈമറിനെ സ്റ്റാർട്ട് ചെയ്താൽ എണ്ണി തുടങ്ങും. 5 നിന്ന് മുകളിലേക്ക് എണ്ണും. 5, 6, 7, 8 അങ്ങനെ FF വരെ എണ്ണും. FF എണ്ണി കഴിഞ്ഞാൽ JNB TF1 ബാക്ക്. എന്താണ് ടൈമർ ഫ്ലാഗ് 1 ഉണ്ടോ, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക. ടൈമർ ഫ്ലാഗ് വന്നെങ്കിൽ എണ്ണി തീർന്നെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ CPLP 1.0 പോർട്ട് 1.0 ബിറ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ക്ലിയർ TF1. ഈ ടൈമർ ഫ്ലാഗ് വന്നിട്ടുണ്ടല്ലോ, അത് ക്ലിയർ ചെയ്താൽ മാത്രം മതി. ദെൻ SJump ബാക്ക് ചെയ്താൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യേണ്ട, വീണ്ടും റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ടൈമർ ഫ്ലാഗിന് വെയിറ്റ് ചെയ്യാം. വീണ്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നു, സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നു. ക്ലിയർ TF1 ടൈമർ ഫ്ലാഗ് വന്നെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുന്നു. SJump ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ JNB TF1 വീണ്ടും ടൈമർ ഫ്ലാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എണ്ണി തീർന്നു കഴിഞ്ഞാൽ ടൈമർ ഫ്ലാഗ് എത്തും. ബാക്ക് ദെൻ വീണ്ടും സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നു. ടൈമർ ഫ്ലാഗിനെ ക്ലിയർ ചെയ്യുന്നു. SJump ബാക്ക്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 FF വരെ ഉള്ളൂ, ചെറിയ ഡിലേ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 2 എന്ന് പറഞ്ഞാൽ ഈ കൗണ്ട് TH1 5 എന്നുള്ളത് രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി റീലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഓട്ടോ റീലോഡ് ഫെസിലിറ്റി. കൗണ്ട് 5 നിന്ന് FF വരെ എണ്ണിത്തീരും. മാക്സിമം FF കഴിഞ്ഞ് 00 എത്തുമ്പോൾ ടൈമർ ഫ്ലാഗ് എത്തുകയും ചെയ്യും. ഇതാണ് മോഡ് 2 പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് റീലോഡ്.